ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൽ അവിടെ വരുന്ന ഇമാമുകളെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ കുത്തി ഇളക്കി അവിടുന്ന് പുറത്ത് ചാടിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ചേർത്തല ജുമാ മസ്ജിദിലുണ്ട് എന്നുള്ളത് കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അവിടെ എപിയും ഇകെയും സജീവമായി നിലകൊള്ളുകയും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാതെ വന്നാൽ ഉടനെ തന്നെ അയാളെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു രോഗം അവിടെയുണ്ട്. അത് മാറിക്കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവിടെ കാലങ്ങളായി വരുന്ന ഉസ്താദുമാരെ കരയിപ്പിച്ച് കണ്ണീർ വീഴ്ത്താതെ അവരവിടെ നിന്ന് വരെ പറഞ്ഞു വിട്ട ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ചേർത്തല ജുമാ മസ്ജിദിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, ഒരു ഉസ്താദ് അയാളുടെ സത്യസന്ധമായ നിലപാട് പറയുകയുണ്ടായി. വാസ്തവത്തിൽ ഒരു ഉസ്താദായി ജോലി ചെയ്യുമ്പോൾ 2 കക്ഷികൾ അവിടെ ഉണ്ടാവും, പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും. അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള അവസരം അവിടെ ഉരുണ്ടു കൂടുന്നതിന് മുമ്പായി തന്നെ മുറിയുടെ താക്കോലും വെച്ച് തൻ്റെ ഉടുപ്പ് കെട്ടും ആയി എടുത്ത് പുറത്തേക്ക് പോകേണ്ടതാണ്. അവിടെ ഒരിക്കലും കശപിശ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരു ഉസ്താദും കൊടുക്കരുത്. കാരണം ഉസ്താദുമാർക്ക് അനേകം പള്ളികളും ദർസുകളും സ്ഥാപനങ്ങളും ബാക്കിയുണ്ട്. അവരെവിടെ ചെന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും. ഈ ഉള്ളവൻ 1-2 കൊല്ലമല്ല, 38 വർഷക്കാലം ഏതാണ്ട് 42ഓളം പള്ളികളിലും മദ്രസകളിലും ഒക്കെ കറങ്ങി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി മനസ്സിലാവും നിങ്ങളുടെ വേദന.